നമസ്തേ, ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ളത്. നാളെ എക്സാം ആണ്. ഇതിനോടകം ഏകദേശം എല്ലാവരും ഒന്ന് പഠിച്ചു കാണും. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ഇത് പഠിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇത് ഇത്ര ഒരു സീരിയസ് എക്സാം ആണെന്ന് അറിഞ്ഞാൽ പോലും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് എൻ്റെ കുറേ കുട്ടികളുമായിട്ടുള്ള പരിചയം വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? വേറെ ഒന്നുമില്ല, കാരണം ഇത് ഫെയിലായ കുട്ടികൾക്ക് ഇതൊന്നുകൂടെ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അവർക്കുണ്ട്. മെയിനായിട്ട് അത്രയും ഇരുന്ന് പഠിക്കുക എന്നുള്ള വർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും മോനെ, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ്. നമുക്ക് ജയിക്കുക എന്നുള്ളതല്ല, നമ്മളെ ഒരു വർഷം സേവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു വർഷത്തെ സേവിങ് എന്ന് പറഞ്ഞാൽ പല വർഷങ്ങളിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കണം അടുത്ത എക്സാമിന് വേണ്ടി. അതുവരെ വീട്ടുകാരുടെ തെറിവിളിയും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എത്രയും നന്നായിട്ട് ഇനിയുള്ള സമയമെങ്കിലും പഠിച്ചെന്ന് ജയിക്കാൻ ശ്രമിക്കുക. നമ്മൾ ക്ലാസ് അങ്ങോട്ട് തരികയാണ്. എല്ലാവരും പഠിക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, ഇത് ഒത്തിരി പേര് എഴുതുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഈ രണ്ട് ലൈൻസുകളുടെ ആംഗിളിനെ കണ്ടുപിടിക്കണം. അപ്പൊ ആംഗിളിനെ ചൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും അറിയണ്ടായോ അല്ലേ? ഫോർമുലയൊക്കെ അറിയണം, ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോനെ, ആദ്യം നമ്മുടെ ഫോർമുല എന്ന് എഴുതാം. കോസ് തീറ്റ എന്നാണ് തുടങ്ങുന്നത്. കോസ് തീറ്റ ഈക്വൽ ടു B1 ഡോട്ട് B2 ബൈ മോഡുലസ് B1 ഇൻറ്റു മോഡുലസ് B2. ഇതാണ് നമ്മുടെ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. പിന്നെ ഈ B1 ആരാണ്, B2 ആരാണ്, അതിന്റെ ഡോട്ടുകൾ എടുക്കണം, മോഡുലസുകൾ എടുക്കണം, അവിടെ കൊടുക്കണം. അപ്പൊ നമുക്ക് B1 B2 ഒക്കെ എടുത്ത് എഴുതാം. B1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ, ഇത് നമ്മുടെ സെക്കൻഡ് ലൈൻ. ഇത്രയിനുള്ളിലെ ഡിനോമിനേറ്റർ 3 ഉണ്ട്, -2 ഉണ്ട്, 6 ഉണ്ടോ, അവർക്ക് അങ്ങ് IJ കൊടുത്താൽ B1 ആയി. എന്ന് പറഞ്ഞാൽ ഇതിന് I കൊടുക്കണം, ഇതിന് J കൊടുക്കണം, ഇതിന് K കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് വണ്ണിന് I, സെക്കൻഡ് വണ്ണിന് J, തേർഡ് വണ്ണിന് K, ആ രീതിയിൽ കൂടെ കേട്ടോ. ഇപ്പൊ 3 ആണെങ്കിൽ 3യുടെ കൂടെ I കൊടുക്കണം, -2ന്റെ കൂടെ J കൊടുക്കണം. വെറും 6 എന്ന് പറഞ്ഞാൽ +6 ആണ്, അപ്പൊ +6ന്റെ കൂടെ K കൊടുക്കണം. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് അറിയണ്ടേ? ഇല്ലയോ? അതാണല്ലോ വിഷയം. B2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈനിന്റെ ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ 3 നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് IJ. അപ്പൊ ഇതിനോട് 2 കൊടുക്കണം, 2ന്റെ കൂടെ I കൊടുക്കണം. വെറും 1 എന്ന് പറഞ്ഞാൽ +1 ആണ്, അതിന്റെ കൂടെ J കൊടുക്കുമ്പോ +1J, വെറും J എന്ന് എഴുതിയാലും മതി. 1J എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അടുത്ത -2K. അപ്പൊ നമുക്ക് B1 കിട്ടി, B2 കിട്ടി. അപ്പോൾ B1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കിടക്കുന്നത് ആദ്യത്തെ ലൈനിന്റെ, B2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈനിന്റെ ഡിനോമിനേറ്റർ കിടക്കുന്ന നമ്പറുകൾക്ക് IJ K കേട്ടോ. ഇനി അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണേ. B1 ഡോട്ട് B2 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ലൈൻ എഴുതി, ഫസ്റ്റ് വെക്ടർ എഴുതണം, സെക്കൻഡ് വെക്ടർ. ഫസ്റ്റ് നോക്കിക്കേ, 3I - 2J + 6K ഡോട്ട് 2I + J - 2K ഈസ് ഈക്വൽ ടു. ഡോട്ട് എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമോ? അറിയത്തില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ, വളരെ ഈസിയാണ്. ഇവിടുത്തെ ഐയുടെ കൂടെ ആരാ? 3 അല്ലയോ മോനെ? ഇവിടുത്തെ ഐയുടെ കൂടെ ആരാ? 2 അല്ലയോ? ഈ രണ്ട് ഐകളുടെ കൂടെ കിടക്കുന്ന നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഈ 3യും ഈ 2, ദാറ്റ് ഈസ് 3 × 2. പ്ലസ് അങ്ങ് ഇട്ടേക്കണം കേട്ടോ, പ്ലസ്. ഇവിടുത്തെ ജെയുടെ കൂടെ -2, ഇവിടുത്തെ ജെയുടെ കൂടെ 1, ദാറ്റ് ഈസ് -2 × 1. ലാസ്റ്റ് കെയുടെ കൂടെ 6, അവിടെ കെയുടെ കൂടെ -2. അപ്പൊ 3 × 2 എത്രയാണ്? 6, -2 × 1 -2, 6 × -2 -12. 6 - 2 -12 -8 കേട്ടോ, -8. കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലായിരുന്നു, വലിയ പാടൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്രാക്ടീസ് ഇല്ല എങ്കിൽ പ്രശ്നമാണ്. ഇനി മോഡുലസ് B1 ഈക്വൽ ടു √. എങ്ങനെയാണ് ഒരു വെക്ടറിന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത്? B1 എന്ന് പറഞ്ഞ വെക്ടർ ഇതല്ലയോ, അതിൻ്റെ 3 ഉണ്ട്, -2 ഉണ്ട്, 6 ഉണ്ട്. കണ്ടവനെ ഈ 3 നമ്പറിന്റെയും സ്ക്വയറുകളെ എടുത്തിട്ട് പ്ലസ് ചെയ്യണം. ഈ 3 നമ്പറിന്റെയും സ്ക്വയറുകളെ എടുത്തിട്ട് പ്ലസ് ചെയ്യണം. കേട്ടായിരുന്നോ? 3 നമ്പറിന്റെയും സ്ക്വയേഴ്സുകളെ കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പൊ 3ന്റെ സ്ക്വയർ എഴുതണം, 9 പ്ലസ് -2, മൈനസിനൊക്കെ വിട്ടേരെ, 2ന്റെ സ്ക്വയർ 4 പ്ലസ് 6ന്റെ സ്ക്വയർ 36 √. 36 4 49, 49 7. എന്തെളുപ്പം അല്ലേ? നെക്സ്റ്റ് മോഡുലസ് B2. മോഡുലസ് B2 is also same √. ഇവിടെ ഐയുടെ കൂടെ 2, അതിന്റെ സ്ക്വയർ എഴുതുക 4.
ജെയുടെ കൂടെ ആരും കാണുന്നില്ലെങ്കിൽ ഒന്നുണ്ട് കേട്ടോ, അതിന്റെ സ്ക്വയർ ഒന്ന് തന്നെ. കെയുടെ കൂടെ -2 ആ, മൈനസിന് വിട്ടേരെ, 2 സ്ക്വയർ 4. ആൻസർ √9. ആൻസർ ആരെ കിട്ടി? 3. ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ B1 എഴുതുക, B2 എഴുതുക, ഡോട്ടിനെ കണ്ടുപിടിക്കുക, രണ്ടുപേരുടെയും മോഡുലസിനെ കണ്ടുപിടിക്കുക, ഫോർമുല. ദാറ്റ് ഈസ് ഫോർമുല എഴുതുമ്പോൾ B1 ഡോട്ട് B2 നമുക്ക് -8 വണ്ടേക്ക് എഴുതണേ. താഴെ ആദ്യം കിട്ടിയ B1 ന്റെ മോഡുലസ് 7, 3. ആൻസർ -8/21. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്ന് എഴുതിയാൽ നല്ലതാണ്, -8/21 കേട്ടോ. ഇത്രയും ആൻസർ എഴുതണേ. കോസ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -8/21 കേട്ടോ. അപ്പൊ കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിന്റെ മെത്തേഡ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഷോ ദാറ്റ് ദ ലൈൻസ്. അത് തന്നെയാണ്, അത് ഇത് കാർട്ടീഷ്യൻ ഫോമില്, ഇത് വെക്ടർ ഇക്വേഷൻ ആണ്, വെക്ടർ ഫോം ആണ് ലൈൻസിന്റെ ഇക്വേഷൻ. ഈ രണ്ട് ലൈൻസുകൾ തമ്മിൽ എന്താ പറയുക, പെർപെൻഡിക്കുലർ ആണെന്ന്, ഇങ്ങനെ കൂട്ടുമുട്ടുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് കൂട്ടുമുട്ടുമെന്ന് ഷോ ചെയ്യണം, എളുപ്പമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് B1 എന്ന് പറഞ്ഞ വെക്ടറിനെ കണ്ടുപിടിക്കണം. B1 എന്ന് പറഞ്ഞാൽ നോക്കിയാണ് ഇങ്ങനെ കിടക്കുന്നിടത്തുനിന്ന് ഈ ലാംഡ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ വെക്ടർ, അതാണ് നമ്മുടെ B1. ദാറ്റ് മീൻസ് I പ്ലസ് 2j മൈനസ് 3k. ആൻഡ് B2 എന്ന് പറഞ്ഞ മ്യൂ കഴിഞ്ഞ് കിടക്കുന്നത് 2i പ്ലസ് 5j പ്ലസ് 4k. ഇതാണ് B1 ആൻഡ് B2. അപ്പൊ ഇത് B1, ഇതാരാ B2. ഇനി നമ്മൾ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആണെന്ന് ഷോ ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ ആണെന്ന് ഷോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കേട്ടോണേ, എല്ലാവരും ശ്രദ്ധിച്ചോണം. B1 ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഇത് B1, ഇതാരാ B2. ഓക്കെ, ഒറ്റ കാര്യമുള്ളൂ, വളരെ എളുപ്പം. അതാണ്, ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. B1 ഡോട്ട്, ഇവിടെ B1 ഡോട്ട് B2 എഴുതില്ലയോ, അത് കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിക്കുമ്പോൾ ആൻസർ 0 കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ, 0 കിട്ടണം. ഓക്കെ, B1 ഡോട്ട് B2 എന്ന് പറയുമ്പോൾ രണ്ടുപേരെ അങ്ങോട്ട് എടുത്ത് എഴുതുക, ഡോട്ട് ഇടുക. That is I plus 2j minus 3k dot 2i plus 5j plus 4k. ഓക്കെ ആണല്ലോ അല്ലേ? ആൻസർ എങ്ങനെയാ മോനെ? ഐയുടെ കൂടെ 1, ഇവിടുത്തെ ഐയുടെ കൂടെ 2, that is 1 into 2 പ്ലസ് അടുത്ത ജെയുടെ കൂടെ ഇവിടെ 2 ഇൻറ്റു ഇവിടുത്തെ ജെയുടെ കൂടെ 5 പ്ലസ് ഇവിടുത്തെ കെയുടെ കൂടെ -3, ഇവിടുത്തെ കെയുടെ കൂടെ 4. അപ്പൊ ഇൻറ്റു ചെയ്യുന്ന ആരൊക്കെയാന്ന് കണ്ടല്ലോ, ഐയുടെ കൂടെ കിടക്കുന്നവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം, ജെയുടെ കൂടെ കിടക്കുന്നവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം, പ്ലസ് കെയുടെ കൂടെ കിടക്കുന്നവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. That is 1 into 2 plus 10 minus 12 കേട്ടോ. 1 into 2 2 into 5 10, -3 into 4 -1, 2 plus 10 12, പിന്നെ ഒരു -12. ആൻസർ 0. Therefore vectors are perpendicular, sorry, lines are perpendicular. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ രണ്ട് പ്രോബ്ലം പഠിച്ചത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനും അടുത്ത ക്വസ്റ്റ്യനിൽ രണ്ട് ലൈൻസുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനും. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് ഷെയർ ചെയ്തേക്കണം, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം.